ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഒരുപാട് സമയം കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഷാനവാസ് ലക്ഷ്മിനെയും സാബുമാനെയും അക്ബറിനെയും ആര്യനെയും നെവിനെയും ഒക്കെ കൂടെ കൂട്ടിയത്. ഇവർ 5 പേരുണ്ട്. ഇവരുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 6 വോട്ടുകൾ വരും. ബിഗ് ബോസ് പറഞ്ഞ ആ ഒരു ടാസ്ക് പ്രകാരം 6 വോട്ടുകൾ ആദിലക്കെതിരായിട്ട് വരും. ആദിലിനെയാണ് ഷാനവാസ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ആദ്യം ഷാനവാസ് അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസ് പറഞ്ഞു ആദിലയുടെ പേര് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ ടാസ്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഷാനവാസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. അത് അത്രയും മികച്ച രീതിയിൽ ഷാനവാസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആയതെന്ന് നിസ്സംശയം പറയാനായിട്ട് പറ്റും. അത്രയും മികച്ച രീതിയിൽ ഷാനവാസ് ഈ ഒരു ടാസ്ക് ചെയ്തുവെന്നാണ് എനിക്കിത് ലൈവിലും എപ്പിസോഡിലും ഞാൻ രണ്ടും കണ്ടു. രണ്ടിലും കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയുടെ ഒരു തനിക്കൊണം തനി സ്വഭാവം പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു നോമിനേഷനും കാര്യങ്ങളൊക്കെ നടന്ന് അനീഷ് ആര്യന്റെ പേര് പറഞ്ഞു, അനുമോള് എനിക്ക് തോന്നുന്നു നെവിന്റെ പേരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നെ ഇവരെല്ലാവരും ഈ 5-6 പേര് ആദിലയുടെ പേര് പറഞ്ഞു. നൂറ, അനുമോള്, അനീഷ്, പിന്നെ ആദില ഇറ്റ്സെൽഫ്, ഇവര് 4 പേരാണ് അറിയാത്തതായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു, 6 പേർക്കും അറിയാമായിരുന്നു ഈ ഒരു കാര്യം. അപ്പൊ ആദില ഈ ഒരു നോമിനേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദില മെയിൻ ഗേറ്റ് വഴി പുറത്തേക്ക് വരുമെന്ന് ബിഗ് ബോസ് പറഞ്ഞ് ആദില അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോ ഉണ്ടല്ലോ ഷാനവാസ് അവിടെ ഒരു പോസ് ആയിട്ട് നിന്നു, ഒന്ന് പോസ് അടിച്ച് നിന്നു. ആദില അവിടെ സെൽഫി എടുപ്പും പരിപാടി, ഫോട്ടോ എടുപ്പും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്ക് പക്ഷെ ഷാനവാസ് വേണ്ട, ഷാനവാസ് എന്റെ കൂടെ വരണ്ട, ഷെയ്ഖ് ഹാൻഡ് പോലും തരണ്ട എന്നുള്ള രീതിയിൽ ആദില പെരുമാറി. അപ്പൊ ഷാനവാസ് കൈ കൊടുക്കാൻ വന്നു എന്നല്ല, ഷാനവാസിന് അറിയാം തിരിച്ച് പോത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാം. സീക്രട്ട് ടാസ്ക് ആണ് ഷാനവാസിന് അറിയാം. അതുകൊണ്ടാണ് ഷാനവാസ് കൈ കൊടുക്കാതിരുന്നത്. പക്ഷെ ആദില എന്തൊക്കെയാണ് പറയുന്നതെന്നറിയോ? ചെറ്റയ്ക്ക് എപ്പോഴും ചെറ്റ സ്വഭാവമായിരിക്കും. ഷാനവാസിനെ പറ്റി പറയുകയാണ്, ചെറ്റയ്ക്ക് എപ്പോഴും ചെറ്റ സ്വഭാവമായിരിക്കും. അതുകൊണ്ട് നീ ആര്യ നീ വിളിക്കണ്ട, ആര്യൻ അക്ബർ നീ വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. രണ്ടുപേർ അക്ബർക്ക് വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട് ഷാനവാസിനെ. എന്നിട്ട് പിന്നെ അവിടെ പോയി നിന്നിട്ട് ആ ഒരു മെയിൻ ഗേറ്റിന്റെ അവിടെ പോയി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് എഫ് വേർഡ് വിളിക്കണം എന്നുണ്ടായിരുന്നു അയാളെ, എനിക്ക് എഫ് വേർഡ് ഷാനവാസിനെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇതൊക്കെ പറഞ്ഞു പോകാൻ തുടങ്ങിയതും ബിഗ് ബോസ് പറയുന്നുണ്ട്, തിരിച്ചു വരുവാ അതില, തിരിച്ചു വരൂ, പുറത്തേക്കല്ല അകത്തേക്കെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദില ഓടിച്ചെന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുകയാണ്. നൂറയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദ്യം അനുമോളെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഐസ് ബ്രേക്കിംഗ് മൂവ്മെന്റ് ആയിരുന്നു, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. നെവിൻ ആ സമയത്ത് വെണ്ണില കൊമ്പിലേര പാടി ആ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് വളരെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഷാനവാസിന് ഇവരോട് ഒരു കൺസിഡറേഷൻ ഉണ്ട്, ഒരു സ്നേഹമുണ്ട്, റാപ്പോ ഉണ്ട്. അതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാനവാസിന് എന്തായിരുന്നു വേണ്ടത്? അതാണ് ഇതിനകത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഷാനവാസിന് വേണ്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയുടെ ഒരു ഓവർ കോൺഫിഡൻസ്. എന്തു വന്നാലും ഞാൻ ഇവിടുന്ന് പുറത്താവില്ല, ഞാൻ ഈ സീസൺ വിജയിക്കും എന്ന് പറഞ്ഞുള്ള ആദിലയുടെ ആ ഒരു ഓവർ കോൺഫിഡൻസ്, അതിനിട്ടൊരു കൊട്ട് കൊടുക്കണമായിരുന്നു. ആ ഒരു ഓവർ കോൺഫിഡൻസിനിട്ട് ഒരു കൊട്ട് കൊടുക്കണമായിരുന്നു. കൂടെ ആദിലയുടെ ആ ഒരു എന്താ പറയാ, ഇത്രയെങ്കിലും ഒരു അഹങ്കാരം കയറി വന്നിരിക്കുന്ന അത് പൊടിക്കുന്നു അടക്കണമായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ, ഇപ്പം ഷാനവാസിനെ ചെറ്റത്തരമെന്ന് വിളിച്ചു, ചെറ്റയെന്ന് വിളിച്ചു, പിന്നെ എഫ് വേർഡ് വിളിക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകാനായിട്ട് നിന്നത്. അത് ആ നിമിഷത്തെ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ അതിനിട്ടൊക്കെയാണ്, അതിന്റെ നെറുകം തലക്കിട്ടാണ് ഷാനവാസ് ഒരു കൊട്ട് കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലെ സെലക്ട് ചെയ്തത് തന്നെ അങ്ങനെ ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം. കാരണം ഷാനവാസിന് അറിയാം അതിലെ പുറത്താവില്ല. എങ്കിലും ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നതിലൂടെ, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ ആദിലയുടെ ആ ഒരു നെറുകം തലക്കിട്ട് തന്നെ ഒരു കൊട്ട് കിട്ടും എന്നുള്ളതായിരുന്നു. പിന്നെ അതിനകത്ത് മെയിൽ ഷോവിനിസ്റ്റിക്ക, ഇത് മെയിൽ ഷോവിനിസ്റ്റ് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. ഷാനവാസ് ഒന്നും ഒരു വിഷയമാക്കുന്നില്ല. കാരണം എന്താണ്? ഉള്ളിന്റെ ഉള്ളിൽ ആ കൺസിഡറേഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതിലെ പറഞ്ഞൊരു കാര്യം, എനിക്കൊന്ന് ഷാനവാസിന് വല്ലാതെ കൊണ്ടൊരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ചിലർക്കൊന്നും ചിലരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് അതിപ്പം അതൊരു ലെസ്ബിയൻ കാർഡ് ഇറക്കിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായി. ഷാനവാസ് ഒരു തവണ പോലും ഇവരെ മാറ്റി നിർത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഷാനവാസ് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങള് പിള്ളേരെ അഡോപ്റ്റ് ചെയ്ത് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുള്ള ഒരു കാര്യമാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മക്കളൊന്നും വേണ്ടേ, അങ്ങനെയൊക്കെയാണ് ഷാനവാസ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള കേറിക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഷാനവാസിന് അത് ആ ഒരു കൺസിഡറേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ കെട്ടിപ്പിടിച്ചത്. ഉള്ളിന്റെ ഉള്ളില്
അത്രയും പാവമായിട്ടുള്ള അത്രയും നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത്. കളങ്കമില്ലാത്ത സ്നേഹം ആയതുകൊണ്ടാണ്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അല്ലാതെ അതിനകത്ത് ഷാനവാസ് ഒരു ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞു പല രീതിയിലും ഇത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഷാനവാസ് ആദിലക്കെതിരെ ഗെയിം കളിച്ചതല്ല. ഷാനവാസിന് വേണ്ടത് ആദില ഒരു നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. അതിനകത്ത് ഈ അഹങ്കാരം, ഓവർ കോൺഫിഡൻസ്, വെറുതെ ഉള്ള ഈ ഒരു അലമ്പുണ്ടാക്കൽ പരിപാടി, സേഫ് സോണിൽ നിന്നിട്ടുള്ള അലമ്പുണ്ടാക്കലായിരുന്നു അതിൽ ഈ ഒരാഴ്ച മൊത്തം. സേഫ് സോണിൽ നിൽക്കുന്നതിൻ്റെതായുള്ള ഒരു അലമ്പ് അതിലയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് കുറച്ച് പൊടിക്കൊന്ന് അടങ്ങി അതിലെ മുന്നോട്ട് പോയാൽ അതിലേക്ക് ടോപ്പ് 5 വരാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.